ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി എത്തിയിരിക്കുന്ന CPM-ന്റെ മുതിർന്ന നേതാവും മുൻ MLA-യുമായ CK ശശീന്ദ്രനാണ്. അദ്ദേഹത്തെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക്. ശ്രീ CK ശശീന്ദ്രൻ, നമസ്കാരം, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം. ശ്രീ ശശീന്ദ്രൻ, ഇപ്പോൾ കേരളത്തിലെ പെരുമഴക്കാലമാണ്, പക്ഷേ ആ പെരുമഴയെ വെല്ലുന്ന ചൂടാണ് നിലമ്പൂരിൽ. അതും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ സ്വരാജ് പോകുന്നിടത്തെല്ലാം പിന്തുണ കിട്ടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമുണ്ട് നിലമ്പൂരിൽ. അത് ഇടത് ക്യാമ്പിന്റെ ശക്തി ഇരട്ടിയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലുണ്ട്. UDF-ന് പ്രിയങ്കയുടെ സാന്നിധ്യം ഒരു മേൽക്കൈ കൊടുക്കുമോ ശ്രീ ശശീന്ദ്രൻ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സ്വരാജ് വ്യക്തമായ മേൽക്കൈ ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് വലിയ ആവേശത്തോടെയാണ് നിലമ്പൂരിലെ വോട്ടർമാർ രാഷ്ട്രീയത്തിനതീതമായി സ്വരാജിനെ ഏറ്റെടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കൊക്കെ അറിയാം. ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. താനും യുവജനങ്ങളും സ്ത്രീകളും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിനതീതമായി LDF വോട്ടർമാർക്കപ്പുറത്തേക്ക് സ്വരാജിൻ്റെ സ്വീകാര്യത ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതും തെരഞ്ഞെടുപ്പിന് വളരെ പ്രധാനപ്പെട്ടതാണ്. UDF-ഉം LDF-ഉം തമ്മിൽ തന്നെയാണ് പ്രധാന മത്സരമെന്ന കാര്യത്തിൽ തർക്കമില്ല. LDF നല്ല മേൽക്കൈ നേടി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ അതെല്ലാം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കർഷക തൊഴിലാളി പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞത് വലിയ രീതിയിൽ വിവാദങ്ങൾക്കിടയായി, വലിയ വിമർശനങ്ങൾക്കിടയായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ വരുമ്പോൾ CPM നേതാക്കളും പാർട്ടി ജനറൽ സെക്രട്ടറിയും എല്ലാം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുമായി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, നാടിന് മുഴുവൻ അറിയാം. അവരുമായിട്ട് UDF ബന്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ രാഷ്ട്രീയമാണ് അവർ പറയേണ്ടത്. കേരളത്തിൻ്റെ മഹത്തായ മതേതര സംസ്കാരം നാടിന് മാതൃകയാണ്, ലോകം ശ്രദ്ധിക്കുന്നതാണ്. ആ മതേതര സംസ്കാരത്തെ പോലും തകർക്കുന്ന രീതിയിൽ കേവലം 4 വോട്ടിന് വേണ്ടി സംസ്ഥാനത്തിൻ്റെ എല്ലാ ജനങ്ങളും തിങ്ങിപ്പാർക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും വളരെ സൗഹൃദാന്തരീക്ഷത്തോടെ ജീവിക്കുന്ന ഒരു സംസ്ഥാനത്തിന് പോറേൽപ്പിക്കാൻ പാടുണ്ടോ എന്നുള്ളത് വലിയ രാഷ്ട്രീയ സാമൂഹ്യ ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നുണ്ട്. വർഗീയതയ്ക്കെതിരെ അതിശക്തമായ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സ്വരാജ് വലിയ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരുപാട് വിവാദങ്ങൾ വന്നു പിടിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ പ്രിയങ്ക ഗാന്ധി ഇനിയിപ്പോൾ ഈ വെൽഫെയർ പാർട്ടി പിന്തുണ, ജമാഅത്തെ പിന്തുണയ്ക്കൊക്കെ ഒരു മറുപടി എന്തെങ്കിലും പറയും, അതൊരു പ്രതികരണം നടത്തുമോ എന്ന കാര്യം നമുക്കറിയില്ല, നോക്കാം. ഇപ്പോൾ ഇന്നലെ വന്നൊരു വിവാദം എന്ന് പറഞ്ഞത് ഈ പെട്ടി പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദമായിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ചയാക്കാൻ UDF ശ്രമിച്ചു. പക്ഷേ പിന്നീട് ഇന്നലെ തന്നെ ഒരു ഉച്ചയ്ക്കായപ്പോൾ പ്രതികരണങ്ങളൊക്കെ പലതും തണുത്ത നിലയിലൊക്കെയായി. പക്ഷേ പ്രചരണ രംഗത്ത് മറ്റൊരു വിഷയവും ഇല്ലാത്തത് കൊണ്ട് തോൽവി ഭയന്ന് CPM പോലീസിനെ ഉപയോഗിക്കുന്നു എന്നാണ് UDF പറയുന്നത്, പ്രത്യേകിച്ച് KPCC അധ്യക്ഷനടക്കം. എന്താണ് അങ്ങയുടെ ടേക്ക് ഈ വിഷയത്തിൽ? ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഷഫി പറമ്പിലുമെല്ലാം ജനപ്രതിനിധികളാണ്, MLA MP ഒക്കെയാണ്. ആ നിലയിൽ എല്ലാ നിയമങ്ങളും അവർക്ക് അറിയാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കേരള പോലീസിൻ്റെ നിയന്ത്രണത്തിലല്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിലാണ് ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടെയുള്ള ആൾക്കാർ. അവരെല്ലാം എല്ലാവരും പരിശോധിക്കുന്നുണ്ട്. എല്ലാവരും നാട്ടിലെ പൗരന്മാരെന്ന നിലക്ക്, ജനപ്രതിനിധികളെന്ന നിലക്ക് സ്വാഭാവികമായിട്ടും രാധാകൃഷ്ണൻ MP അദ്ദേഹത്തിൻ്റെ വാഹനം പരിശോധിച്ചല്ലോ. അതുപോലെ തന്നെ മറ്റു ഉയർന്ന നേതാക്കളുടെ വാഹനങ്ങളെല്ലാം പരിശോധിച്ചല്ലോ. അതൊരു സാധാരണ സംഭവത്തെ മറ്റ് വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാനില്ല, അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളൊന്നും ശ്രദ്ധ തിരിച്ചുവിടണം. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധമുണ്ട്, അത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായിട്ട് കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. കർഷക തൊഴിലാളി പെൻഷൻ എന്ത് നുണയാണ് അവർ പറയുന്നത്? കർഷക തൊഴിലാളി പെൻഷനെക്കുറിച്ച് UDF നേതാക്കൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് 1200 ആക്കിയത്, ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. നുണ പറയുന്നതിന് യാതൊരുവിധ മടിയും അവർക്കില്ല. നുണകൾ പടച്ചുവിടുക എന്നുള്ളത് UDF-ൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയായി മാറിയതുകൊണ്ട് കേരളത്തെ തള്ളിക്കളയും നമുക്കറിയാം. അതുകൊണ്ട് വേറൊന്നും അവർക്ക് കിട്ടാനില്ല, അങ്ങനെ വേറെ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായി നടക്കുന്ന ഇലക്ഷൻ കാലഘട്ടത്തിൽ എല്ലാ ആൾക്കാരെയും, ഞങ്ങളൊക്കെ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ പാർലമെൻറ്റ് ഇലക്ഷൻ സഞ്ചരിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെയൊക്കെ വാഹനങ്ങൾ പരിശോധിക്കാറുണ്ട്. അതൊരു നടപടിക്രമമാണ്. അതിനിങ്ങനെ പ്രകോപനം കൊള്ളേണ്ട വല്ല കാര്യമുണ്ടോ?
അതായത് UDF-ന്റെ 2 യുവ നേതാക്കൾ മനഃപൂർവ്വം ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു, അങ്ങനെയാണോ? അതോ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഉദ്യോഗസ്ഥർ അവർ ഈ കിട്ടിയ അവസരത്തിൽ 2 നേതാക്കളെ അപമാനിക്കുകയായിരുന്നു? അല്ല, രാധാകൃഷ്ണൻ അപമാനിക്കാനാണോ അദ്ദേഹത്തിൻ്റെ വാഹനം പരിശോധിച്ചത്? അപ്പോൾ അതൊരു സാധാരണ നടപടിക്രമമല്ലേ? പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചൊക്കെ നാട്ടിലെ ജനങ്ങൾക്കൊരു ധാരണയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റം എങ്ങനെയാണ്, ഈ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു അപക്വമായ ഇടപെടൽ. അവരൊക്കെ MLA എന്ന നിലയ്ക്ക് ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്, MP എന്ന നിലയ്ക്ക് ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ അപക്വമായൊരു ഇടപെടലല്ലല്ലോ ഉണ്ടാകേണ്ടത്. എന്തെല്ലാം രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതൊരു സാധാരണ നടപടിക്രമമാണ്. അവരെ അപമാനിക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ വല്ല നിർദ്ദേശവും കൊടുക്കുമോ? ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിലല്ലേ പോലീസും ഉദ്യോഗസ്ഥരും കളക്ടർ ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിന് വിധേയമായല്ലേ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിക്കുക എന്ന് നാട്ടിൽ ആർക്കും അറിയാതിരിക്കുന്നത്? അതറിയാത്തവരാണോ MLA-യും MP-യും? അല്ല, അവർ ബോധപൂർവ്വം ഒരു സീനുണ്ടാക്കി ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അത് ചീറ്റിപ്പോയി, അത്രയേ ഉള്ളൂ. അതിൽ വലിയ വാർത്തയൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. യെസ്, ശ്രീ CK ശശീന്ദ്രൻ, എനിക്കറിയാം അങ്ങേക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടെന്നറിയാം. പക്ഷേ ഒരൊറ്റ ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഈ 8 മാസത്തെ അല്ലെങ്കിൽ ഒരു 9 മാസത്തേക്കുള്ള ഒരു MLA-ക്കായുള്ള തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ സംഭവിക്കാൻ പാടുള്ള കാര്യങ്ങളൊക്കെയാണോ ഈ കഴിഞ്ഞ കുറച്ച് പ്രചരണം തുടങ്ങിയതിന് ശേഷം നമ്മൾ കാണുന്നത്? ശ്രീ ശശീന്ദ്രൻ, അവിടെ ചർച്ചയാകേണ്ട കാര്യങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ടോ? ഈ വിവാദങ്ങൾ അത് പലതും അനാവശ്യങ്ങളല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒന്ന്, കേരളത്തിലെ ഗവൺമെൻറ്, പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന LDF ഗവൺമെൻറ്. ആ LDF ഗവൺമെൻറ് കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലയിൽ, അതുപോലെ തന്നെ ലൈഫിൽ ഉൾപ്പെടെയുള്ള വീടുകൾ കൊടുത്ത കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലെല്ലാം വലിയ മുന്നേറ്റമാണ് കേരളം ഉണ്ടാക്കിയിരിക്കുന്നത്. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള ദേശീയ പാതകൾ, മലയോര പാത, നാഷണൽ ഹൈവേ, അതുപോലെ തന്നെ തീരദേശപാത, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കേരളം കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് UDF ഉപേക്ഷിച്ച പല വികസന പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട ആ വികസന പ്രവർത്തനങ്ങൾ തുടരേണ്ടതുണ്ട്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഒരു വഞ്ചനയ്ക്കും കൂടി മറുപടി കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിഷയങ്ങളാണ്. മറ്റൊന്ന്, കേരളത്തിൻ്റെ മഹത്തായ കോവിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ, മറ്റ് പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ കേരളം ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. ചൂരൽമല ദുരന്തം വന്നപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയായിരുന്നു കേരളം. അത് കേരളത്തിൻ്റെ മതേതര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ജാതിമത ചിന്തകൾക്ക് അതീതമായി, രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി വികസന പ്രശ്നങ്ങളിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനും കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു മതേതര രാഷ്ട്രീയമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. ആ മതേതര സംസ്കാരത്തെ അട്ടിമറിക്കുന്നതാണ് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള യോജിപ്പ് എന്ന് പറഞ്ഞാൽ. RSS ഹിന്ദു മതരാഷ്ട്ര രൂപീകരണത്തിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം മതരാഷ്ട്രത്തിന് 2 ആശയങ്ങളും ഒരേപോലെ നാടിനാപത്താണ്. രണ്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല, തിരസ്കരിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ചോദിക്കുന്നത്, പ്രിയങ്ക ഗാന്ധി മറുപടി പറയുമോ എന്നുള്ളത്. പ്രിയങ്ക ഗാന്ധി എന്ന് വരുന്നുണ്ട്. വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. 1972 വനനിയമം ഭേദഗതി ചെയ്യണമെന്ന് നാടാകെ ആവശ്യപ്പെടുന്നുണ്ട്, കേരളമാകെ ആവശ്യപ്പെടുന്നുണ്ട്. കേരള നിയമസഭ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് വയനാടിൻ്റെ MP എന്ന നിലക്ക് വയനാട്ടിൽ ഈ പ്രശ്നം വളരെ രൂക്ഷമാണ്. ഈ മണ്ഡലത്തിലാകെ രൂക്ഷമാണ്. മലപ്പുറം ജില്ലയ്ക്കകത്ത് മാത്രമല്ല, വയനാട് മണ്ഡലം ഉൾപ്പെടുന്ന എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും കേരളത്തിലും അത് രൂക്ഷമാണ്. ഒരു പുതിയ നിയമം നാടാകെ ചർച്ച ചെയ്യുകയാണ്, ആഗ്രഹിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്ന് പറഞ്ഞിരിക്കുന്നത് 1972 വനനിയമം ഭേദഗതി ചെയ്തതിന് വേണ്ടി ഞാൻ മുൻകൈ എടുക്കില്ല എന്ന നിലയാണ് അവർ സ്വീകരിക്കുന്നത്. ആരോടൊപ്പമാണ് അവർ? മാത്രമല്ല, ഈ മലപ്പുറം നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും വയനാടുമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമല്ലേ. പ്രിയങ്ക ഗാന്ധി ഈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ MP-മാർക്കും പൈസ കൊടുക്കുക. ജോൺ ബ്രിട്ടാസ് 1 കോടി രൂപ കൊടുത്തു, ഒരു നയാ പൈസ കൊടുത്തില്ലല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ, അത് ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുന്നില്ല, കാരണം മറ്റൊരു വിഷയമായതുകൊണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അവിടെ ടൗൺഷിപ്പ് നല്ലപോലെ പണിത് വരികയാണ്. വികസന പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റമാണ് കേരളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലൊരു തുടർഭരണം ഉണ്ടാകുമെന്നുള്ള ബേജാർ വല്ലാതെ UDF ക്യാമ്പിനെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. അവർക്ക് അതുകൊണ്ട് എന്താണ് പറയേണ്ടതെന്ന രീതിയിലേക്കല്ല, വിവാദമുണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിനെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാൻ കഴിയുമോ എന്നാണ് അവർ ആലോചിക്കുന്നത്. അതാണ് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ആയിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി ഓരോ വോട്ടർമാരെയും കണ്ട് കേരളം ഉയർത്തിപ്പിടിക്കുന്ന ശരിയായ രാഷ്ട്രീയവും കേരളത്തിൻ്റെ വികസനവും ഭാവി കേരളത്തിൻ്റെ നവകേരളം എങ്ങനെയാണ് സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുക തുടങ്ങിയ കാര്യങ്ങളാണ് ഞങ്ങൾ വോട്ടർമാരുമായിട്ട് ചർച്ച ചെയ്യുന്നത്. വോട്ടർമാർ അത് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നുണ്ട്, അവർക്കത് മനസ്സിലാവുന്നുണ്ട്, അവർക്കത് തിരിച്ചറിയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയെ 9 മാസക്കാലത്തേക്കേ ഉള്ളുവെങ്കിലും
വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ തുടർഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരഞ്ഞെടുപ്പുകളിലെ ദിശാസൂചകമായി തിരഞ്ഞെടുപ്പ് മാറും. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ CK ശശീന്ദ്രൻ നമുക്കൊപ്പം ചേർന്നതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കാം.